ഇന്നത്തെ ഈ ഒരു ഫെർട്ടിലൈസർ പ്രത്യേകിച്ച് നമ്മുടെ റോസാ ചെടികൾക്ക് നിറയെ പൂക്കളും പുതിയ തളിർപ്പുകളും പൂമൊട്ടുകളും ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കൾ വലിയ പൂക്കളും നല്ല കളറോട് കൂടിയിട്ടുള്ള പൂക്കളും നമുക്ക് കിട്ടുന്നു. പ്രത്യേകിച്ച് ഇത് ഒഴിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ പുതിയ തളിർപ്പുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു വളർത്തൽ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? എനിക്ക് നമ്മുടെ ജനപറയിലൊരു പൂ ഉണ്ടായത് കേട്ടാ, നല്ല മനോഹരമായ മഞ്ഞ കളറുള്ള പൂവ്. ഇത് രസമല്ലേ? കണ്ട ഇഷ്ടപ്പെട്ടല്ലായിരുന്നു? നല്ല ഭംഗിയില്ലേ കാണാൻ? കാത്തോട്ടെ. നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പുളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ കഞ്ഞിവെള്ളത്തിലും അല്ലെങ്കിൽ കാടി വെള്ളത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് പുളിപ്പിച്ചാണ് നമ്മൾ കൊടുക്കാറ്. പുളിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ചെടികൾക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത്. അപ്പോൾ ഈ പുളിപ്പിച്ച് ചെയ്യുമ്പോഴത്തേനും അത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേനും കൂടുതൽ ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാറ്റൊന്നും കയറാതെ പ്രാണികളൊന്നും കയറാതെ നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് കുറച്ച് ദിവസം നമ്മുടെ ചെടികൾക്ക് ഒരു മാസം വരെയൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നുണ്ടാക്കുന്ന വളവും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഒരു മാസം വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ്. നമുക്ക് ഏത് ചെടികൾക്കും കൊടുക്കാം. പൂക്കളുണ്ടാവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലേ കേട്ടോ. എല്ലാവർക്കും സന്തോഷമല്ലേ നമ്മുടെ റോസയിലൊക്കെ ഇതുപോലെ കട്ടക്കണക്കിന് പൂക്കൾ കാണാൻ സാധിക്കുന്നതിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ടക്കണക്കിനൊക്കെ പൂക്കൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും അതുപോലെ തന്നെ നിറയെ പൂക്കളും പൂമുട്ടുകളും ഒക്കെ കിട്ടത്തുള്ളൂ. ഈ മഴക്കാലമാണെന്ന് വെച്ച് നമ്മുടെ ചെടികൾക്ക് വളമൊന്നും കൊടുക്കാതിരിക്കണ്ട. നമുക്ക് ഇതുപോലെ വെയിൽ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലുണ്ട്, 2 ദിവസമായിട്ടൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നല്ല നല്ല വളങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടിക്ക് നിറയെ പൂക്കൾ ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുതിയ തളിർപ്പുകളും വരും. എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റോസയുടെ ചൂടും കാര്യങ്ങളൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ പൂക്കളുണ്ടാവും. തീർച്ചയായിട്ടും നല്ല കൊലയായിട്ട് തന്നെ നമ്മുടെ റോസാ ചെടികളൊക്കെ നിറഞ്ഞു പൂക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി. ഇന്ന് ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഇറച്ചി കഴുകിയ വെള്ളമാണ് കേട്ടോ. ഇത് ഞാൻ ചിക്കൻ കഴുകിയ വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ അത്രയും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു വലിയൊരു തൈര് പാത്രമില്ലേ, അതിൻ്റെ ആ ഒരു പാത്രത്തിൽ അര പാത്രം വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉള്ളിത്തൊലിയോ സവോളത്തൊലിയോ പച്ചക്കറി വേസ്റ്റോ എന്തും നമുക്കിടാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് ഉള്ളിത്തൊലിയും പഴത്തൊലിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നാരങ്ങയുടെ തൊണ്ട്, ബാക്കി വന്ന ഉണങ്ങിയ നാരങ്ങയോ ഇതൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിത്തൊലിയും സവോളത്തൊലിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെടികൾ ഒരുപാട് പൂക്കാനായിട്ട് സഹായിക്കും. ധാരാളം പൊട്ടാഷ് കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ പൂക്കൾ തരാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതിലേക്ക് ഈ നാരങ്ങയുടെ തൊലി, നമുക്ക് പുളിരസം ഉള്ള മണ്ണ് റോസ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടെ കൂടി നമുക്ക് നാരങ്ങയുടെ തൊണ്ടും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നാരങ്ങയുടെ ബാക്കിയൊക്കെ തൊണ്ടോ ഉണങ്ങിയ നാരങ്ങ ഒക്കെയാണ് അത് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കരയും കൂടെ ചേർത്തിട്ട് ഒരു 3-4 ദിവസം പുളിപ്പിക്കാൻ വെച്ച് കേട്ടോ. പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മളത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പാത്രം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾ സൂക്ഷ്മ മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ചെടികൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന നല്ലൊരു വളമാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാത്രം കിട്ടണം. നിങ്ങൾക്ക് എത്ര വെള്ളം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. ഈ ശർക്കര ഇടുന്നതുകൊണ്ട് തന്നെ യാതൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഒരു ഫെർട്ടിലൈസറിന്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് എത്ര ദിവസം വേണം ഉപയോഗിക്കാം കേട്ടോ. അടച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. പാത്രം ആയതുകൊണ്ട് തന്നെ 3 ലിറ്റർ വെള്ളം നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഏത് ചെടിക്കാണോ നമ്മൾ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇത് പൂക്കളുണ്ടാകുന്ന ചെടികൾക്കാണ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഞാനെൻ്റെ ഈ നിലത്ത് വെച്ചേക്കുന്ന ബഡ് റോസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചെടിച്ചിട്ടുള്ള റോസുകൾക്കെല്ലാം ഓരോ വളമൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കൊടുത്തിട്ട് ഒരു 10-15 ദിവസമായി. അപ്പോൾ ഒരു വെയിൽ കണ്ടപ്പോൾ ഞാൻ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ചൂടെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന റോസാ ചെടിയാണ് ഈ നിൽക്കുന്നതൊക്കെ. നിങ്ങൾ ഞാൻ വീഡിയോയിൽ പല പ്രാവശ്യവും കാണിച്ചിട്ടുള്ളതാണ്. നിറയെ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വളം കൊടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും.
ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഇതുപോലെ വെയിലൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ചുവടൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ. അതുപോലെ നമുക്ക് അരിക്കുന്നതിന് ഇത് ഡയലൂട്ട് ചെയ്തതിന് മുമ്പ് ആദ്യം അരിച്ചെടുത്തില്ലേ, ആ ഒരു സമയത്ത് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അത് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് 1.5 മാസം ഉപയോഗിക്കാം. അപ്പോൾ പുളിക്കും, ഓരോ ദിവസം ചെല്ലുന്നത് പുളിച്ച് വരും. അപ്പോൾ ആ ഒരു പുളിച്ച് വരുന്ന അനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തൊരു 1.5 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ചെടികളുടെ ഇലകൾ മഴക്കാല സമയമൊക്കെ ആണെങ്കിൽ ചെടികളുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഒരു ബാഡ് സ്മെല്ലോ കാര്യമോ ഒന്നുമില്ല. ശർക്കരയൊക്കെ ഇടുന്നത് കൊണ്ട് ഒരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെടികൾക്ക് കൊടുക്കാവുന്ന തീർച്ചയായിട്ടും ഈ ഒരു വളം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.